ഹലോ വെൽക്കം ടു എജുപോട്ട്. എല്ലാ മക്കൾക്കും എജുപോട്ടിന്റെ ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മളെ പൊളിറ്റിക്സ് എക്സാം ഇങ്ങോട്ട് അടുത്തെത്തി എന്ന് പറയുമ്പോൾ വളരെ ഇനി ഇല്ല, മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസം മാത്രം. എടാ, അതിലേക്ക് നമുക്ക് ഷുവർ ആയിട്ട് അല്ലെങ്കിൽ 100% നിങ്ങൾക്ക് തമ്മിൽ കണ്ട പോലെ തന്നെ 100% ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്ന ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു പോയിക്കൊണ്ടു. നിങ്ങളെ ഞാൻ നിരുത്സാഹപ്പെടുത്തൂല. എടാ, നിങ്ങൾക്ക് അനുഭവമുള്ളതല്ലേ, നിങ്ങളെ ഞാൻ നിരുത്സാഹപ്പെടുത്തൂല. നിങ്ങൾ ധൈര്യമായിട്ട് ഇതങ്ങോട്ട് പഠിച്ചു പോയിക്കോളൂ. ചോദ്യം നോക്കിക്കോളൂ മക്കളെ. റൈറ്റ് എനി 3 എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ. അപ്പൊ ആദ്യം മക്കൾ നോക്കി വെക്കേണ്ടത് എന്താണ് ഗ്ലോബലൈസേഷൻ. അതൊരു അങ്ങനെ റയർ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്നാലും നോക്കിപ്പോണം. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞ മക്കളെ, നമ്മൾ ഇന്റർനെറ്റ്, ലേബർ, തൊഴിലാളികൾ, ക്യാപിറ്റൽ, മൂലധനം, ഇതൊക്കെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കുള്ള കൈമാറ്റത്തെയാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് എന്തെന്ന് പറയാം, ക്യാപിറ്റൽസ്, ലേബർ, ടെക്നോളജി, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൈമാറ്റത്തെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലോബലൈസേഷന്റെ 3 കോൺസിക്വൻസ് ഉണ്ട്. അതാണ് മക്കൾക്ക് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആദ്യത്തേത് 3 ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒന്നാമത്താണ് എക്കണോമിക് എന്തെന്ന് വെക്കുന്നത്, എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ. നമ്മുടെ ഗ്ലോബലൈസേഷൻ കൊണ്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള 3 പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ കോൺസിക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം മക്കളെ, ആഗോളവൽക്കരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതം. ഗ്രേറ്റർ ട്രേഡ് ഇൻ കമ്മോഡിറ്റീസ് അക്രോസ് ദി ഗ്ലോബൽ. ആഗോളവൽക്കരണം ലോകമെമ്പാടുമുള്ള ഉൽപ്പന്ന കച്ചവടങ്ങൾക്ക് എന്ത് ചെയ്തു, വഴിയൊരുക്കി. മക്കളെ, സമ്പത്ത്, പൈസ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒരു എന്തുണ്ടായിരിക്കണം, കമ്മോഡിറ്റീസ് അക്രോസ് ദി ഗ്ലോബ് എന്ന് വെച്ചാൽ ലോകം മുഴുവൻ എന്തായിരിക്കണം, ഉൽപ്പന്ന കച്ചവടത്തിന് വഴിയൊരുക്കുന്ന പറയുന്നത്. രണ്ടാമത്തെ, റെസ്ട്രിക്ഷൻ ഓൺ ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ഹാവ് ബീൻ റെഡ്യൂസ്ഡ്. ആദ്യ കാലങ്ങളിൽ മറ്റുള്ള രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ, ഇവിടുന്ന് വേറെ രാജ്യത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം, നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ എന്ത് ചെയ്തു, റെഡ്യൂസ് വരുത്തി, നിയന്ത്രണങ്ങൾ അഴിവ് വരുത്തി എന്ന് പറഞ്ഞത് ഇതിന്റെ കോൺസിക്വൻസ് ആണ് പറയുന്നത്. ഏതിന്റെ കോൺസിക്വൻസ്, സമ്പന്നതയുടെ അല്ലെങ്കിൽ എക്കണോമിക് കോൺസിക്വൻസ് ആണ് പറയുന്നത്. മൂന്നാമത്താണ് ഈസി. 4 മാർക്കിനായിട്ട് ചോദിക്കാം. ഈസി ഫ്ലോ ഓഫ് ക്യാപിറ്റൽ അക്രോസ് കൺട്രീസ് എൻഹാൻസ്ഡ്. ഈസി ഫ്ലോ ഓഫ് ക്യാപിറ്റൽ അക്രോസ് കൺട്രീസ് എൻഹാൻസ്ഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. മക്കളെ, രാജ്യങ്ങൾ തമ്മിലുള്ള മൂലധന നീക്കത്തിലുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൾഫിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹോട്ടലുകൾ എടുക്കാം, നമുക്ക് മൂലധനം അവിടെ നിക്ഷേപിക്കാം, അവർക്ക് ഇവിടെ വന്നിട്ട് നിക്ഷേപിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്ത, ഫ്ലോ ഓഫ് ഐഡിയാസ് അക്രോസ് നാഷണൽ ബൗണ്ടറീസ് സച്ച് ആസ് സ്പ്രെഡ് ഓഫ് ഇന്റർനെറ്റ്. മക്കളെ, സമ്പന്ന രാജ്യങ്ങളിൽ നിക്ഷേപകർക്ക് തങ്ങളുടെ പണം രാജ്യത്തിന് പുറത്ത് എന്ത് ചെയ്തു, നിക്ഷേപിക്കാൻ സാധിച്ചു എന്നാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് ഇതാ, കമ്പ്യൂട്ടർ സംബന്ധിയായ ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ സംബന്ധിയായ സേവനങ്ങളുടെ വ്യാപനം വഴിയായി എന്ത് മാറി, രാജ്യത്തപ്പുറത്തേക്കുള്ള ആശയങ്ങളൊക്കെ സ്പ്രെഡ് ആയി എന്ന് പറയുന്നത്. രാജ്യത്തിപ്പോൾ നമുക്ക് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയിലുള്ള കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്തൂടെ, സൂം മീറ്റിംഗ് വെച്ചൂടെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അവിടെ ഇരുന്നിട്ട് കണ്ടൂടെ, ഇവിടെ ഇരുന്നിട്ട് അമേരിക്കയുടെ കാര്യങ്ങൾ കണ്ടൂടെ. ഓക്കെ, അതാണ് നമ്മുടെ എക്കണോമിക് എന്ന് പറയുന്നത്. ഇനി ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ കൾച്ചർ. കൾച്ചറിലുള്ള ഇത് 3 പറഞ്ഞിട്ടുണ്ട്. 3 ചിലപ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ 3 ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കുക. മക്കളെ, സംസ്കാരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ഏതുകൊണ്ട്, ഗ്ലോബലൈസേഷൻ കൊണ്ട്. റൈസ് ഓഫ് യൂണിഫോം കൾച്ചർ ഓർ കൾച്ചറൽ ഹോമോജിനൈസേഷൻ. ആഗോളവൽക്കരണം ഒരു ഏകീകൃത സംസ്കാരത്തിന്റെ വളർച്ചയിലേക്ക് കൊണ്ടുവന്നു. ഒരു ഏകീകൃത സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയുടെ ആണെങ്കിലും എല്ലാവരും ഒരൊറ്റ സംസ്കാരത്തിലേക്ക് വരും. ഇന്ത്യക്ക് ഒരുപാട് സംസ്കാരങ്ങളുണ്ട്, പാകിസ്ഥാൻ ഒരുപാട് സംസ്കാരങ്ങളുണ്ട്, ലണ്ടൻ ഒരുപാട് സംസ്കാരമുണ്ട്. പക്ഷെ അതൊക്കെ ഈ ഗ്ലോബലൈസേഷൻ കൊണ്ട് കൾച്ചർ എന്ത് വരും, ഒരു യൂണിഫോമിറ്റി വരുന്ന പറയുക, ഒരു ഹോമോജിനൈസേഷൻ വരുന്ന പറയുക. അതുപോലെ തന്നെ ഇമ്പോസിഷൻ ഓഫ് വെസ്റ്റേൺ കൾച്ചർ. വെസ്റ്റേൺ കൾച്ചർ ഭൂരിഭാഗം ഏതാണ്, ഇന്ത്യന്റെ കൾച്ചർ ഇന്ത്യയിൽ മാത്രമല്ല ഉണ്ടാവുള്ളൂ, പക്ഷെ വെസ്റ്റേൺ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്തുണ്ട് അല്ലെ, പാശ്ചാത്യ സംസ്കാരങ്ങൾ. അതിന്റെ ഒരു കടന്നു വരും. പാശ്ചാത്യ സംസ്കാരം വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഏതിലോടുകൂടി, നമ്മുടെ ഗ്ലോബലൈസേഷൻ കൂടി. എൻലാർജ്മെന്റ് ഓഫ് അവർ ചോയ്സസ് ആൻഡ് സംടൈംസ് ദേ മോഡിഫൈഡ് അവർ കൾച്ചർ. മക്കളെ, നമുക്ക് ചോയ്സ് കൂടും, എന്തെടുക്കണം എന്നുള്ള, അല്ലെങ്കിൽ ഏത് സംസ്കാരം. ഇപ്പൊ നമുക്കൊരു പാന്റ് ഷർട്ട്, അത് ഞാൻ ട്രൗസർ ഇട്ട് നടക്കണോ, അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഒന്നിടാതെ നടക്കണോ, എല്ലാം ഒരു കൾച്ചറിൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടായിരിക്കും. അതാ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ വരും. ഇപ്പൊ നമുക്കൊരു സാധനം വാങ്ങണമെങ്കിൽ, ഒരു ഫോൺ വാങ്ങണമെങ്കിൽ തന്നെ ഒരുപാട് ചോയ്സസ് ഉണ്ട്. ഗ്ലോബലൈസേഷന്റെ കാരണമായിട്ട് നമുക്ക് ഫോണിനെ പറ്റി അറിയാനുള്ള, ഇപ്പോൾ ആമസോണിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം, ഫ്ലിപ്കാർട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാണാം, പിന്നെ മീഷോയിൽ കയറി കഴിഞ്ഞാൽ ഇനി അമേരിക്കയിലുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും, എല്ലതും പറ്റും. അതുപോലെ തന്നെ പിന്നെ സംസ്കാരത്തിന്റെ പരിഷ്കരണത്തിനും എന്ത് കാരണമായി, ഗ്ലോബലൈസേഷൻ കാരണമായി. ഇനി അടുത്താണ് മക്കളെ, എക്കണോമിക്കൽ കോൺസിക്വൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. പൊളിറ്റിക്കൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടോ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ കോൺസിക്വൻസ് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, സാമ്പത്തികത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ, കോൺസിക്വൻസ് എന്തൊക്കെയാണ് നോക്കണം മക്കളെ. ഗ്ലോബലൈസേഷൻ റെഡ്യൂസ് ദി കപ്പാസിറ്റി ഓഫ് ദി സ്റ്റേറ്റ്.
മക്കൾ ഓരോ രാഷ്ട്രത്തിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ശേഷികളെ ഈ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി ഇല്ലാതാക്കി കളഞ്ഞു. കാരണം എല്ലാ രാജ്യങ്ങൾക്കും പലതായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ, പക്ഷെ അതൊന്നും ഇപ്പൊ ഇല്ല. രാജ്യത്തിന്റെ കപ്പാസിറ്റി കുറച്ചു. മൾട്ടിനാഷണൽ കമ്പനീസ് ഇൻഫ്ലുവൻസ്ഡ് ദ ഡിസിഷൻ ആൻഡ് പോളിസീസ് ഓഫ് ഗവൺമെന്റ്. മക്കളെ ഗവൺമെന്റിന്റെ നയങ്ങളൊക്കെ ആരുടെ ഡിസിഷനായി മാറി? മൾട്ടിനാഷണൽ കമ്പനി, നൈക്ക്, അഡിഡാസ്, അങ്ങനത്തെ കുറെ കമ്പനികളില്ലേ, ആപ്പിള്, ഇങ്ങനത്തെ മൾട്ടിനാഷണൽ കമ്പനികളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയിൽ എന്ത് ചെയ്തു? ഗവൺമെന്റുകളുടെ തീരുമാനം എടുക്കാനുള്ള ശേഷിയിൽ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനികളൊക്കെ അയവ് വരുത്തി എന്ന് പറയുന്നുണ്ട്. മാർക്കറ്റ് ബിക്കംസ് ദ പ്രൈം കൺസേൺ ടു സെറ്റ് ഡൗൺ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രയോറിറ്റീസ്. അല്ലെ, ക്ഷേമരാഷ്ട്ര സങ്കല്പം പരിമിത രാഷ്ട്ര സങ്കല്പത്തിലേക്ക് മാറി. ക്ഷേമം എന്നുള്ളതിന് മാറി, അല്ലെങ്കിൽ വെൽഫെയർ എന്നുള്ളത് മാറിയിട്ട് എന്ത് ചെയ്തു? പരിമിത രാഷ്ട്ര സങ്കല്പത്തിലേക്ക് വഴിമാറി. റീപ്ലേസ്മെന്റ് ഓഫ് ഓൾഡ് വെൽഫെയർ സ്റ്റേറ്റ് ഇൻ ടു മിനിമലിസ്റ്റ് സ്റ്റേറ്റിലെ പൗരന്മാരുടെ സുരക്ഷ, ക്രമസമാധാനം തുടങ്ങിയ അടിസ്ഥാന ധർമ്മങ്ങൾ മാത്രമേ ഇപ്പൊ എന്ത് ചെയ്യേണ്ടുള്ളൂ? രാഷ്ട്രം നിർവഹിക്കേണ്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ആര് നോക്കൂ? ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് വലിയ വലിയ കമ്പനികളും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ എൻഹാൻസ്ഡ് ടെക്നോളജീസ് ഫെസിലിറ്റേറ്റ് ദ ഗവൺമെന്റ് ടു കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദി സിറ്റിസൺ ഫോർ ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ. എന്തായിരുന്നു? മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പൗരന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിലൂടെ മെച്ചപ്പെട്ട ഭരണവും എന്ത് ചെയ്തു? ഇതോടുകൂടി സാധ്യമായി. അപ്പൊ മക്കളെ, ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻ. മക്കളെ, ഇത് നന്നായിട്ട് പഠിച്ചു പോവാ. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും മക്കളെ, കഴിഞ്ഞ എക്സാമിനൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ തന്ന ഷുവർ ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ടില്ല. ഇതും വേസ്റ്റ് ആവാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാം മക്കളെ. ആ പ്രതീക്ഷയോട് കൂടി തന്നെ മക്കളെ, ഈ ഷോർട്ട് വീഡിയോകൾ ഇനി ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഈ ഷോർട്ട് വീഡിയോകൾ നമ്മുടെ ചാനലൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പൊ അടിപൊളിയായിട്ട് എക്സാം എഴുതണം മക്കളെ. ചിരിച്ചുകൊണ്ട് തന്നെ ഹാപ്പി ഹാപ്പി ഹാപ്പി. ബൈ ബൈ ബൈ.